ക്വാണ്ടം നമ്പേഴ്സ്. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്? പല സൊല്യൂഷൻസിലും നമുക്ക് ഈ ക്വാണ്ടം നമ്പേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മൾ ഒരു വെൽ ബിഹേവ്ഡ് സൊല്യൂഷൻസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് എം എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ വരുന്നുണ്ട്. ആൻഡ് എം ക്യാൻ ഹാവ് വാല്യൂ 0 +or-1 +or-2. അതൊരു ക്വാണ്ടം നമ്പറാണ്. ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡെഫിനിറ്റ് വാല്യൂസ് അവർക്ക് കാണും. ഓക്കെ, അത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. കാരണം എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റമിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എം എന്ന് പറയുന്ന വാല്യൂയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് എൽ എന്ന് പറയുന്നത് ആംഗുലാർ ക്വാണ്ടം നമ്പർ ആണ്. എൽ ആംഗുലാർ മൊമെന്റം ഓർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്നാണ്. കാരണം അത് ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതിനുള്ള ഇക്വേഷൻ ആണ് √L × L+1 × h/2π, where L can have values 0. ഓക്കെ, L × L+1 ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇത് പോകുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ N, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 0 to n-1. എത്ര എനർജി ലെവൽസ് പറ്റും അതാണ് എന്തെന്ന് പറയുന്നത്? ഈ എനർജി ഷെൽസിനെ നമുക്ക് പറയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ടോട്ടൽ ക്വാണ്ടം നമ്പർ അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 0 to n-1 എന്ന രീതിയിലാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ആൻഡ് നമുക്ക് അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് N, L, M കിട്ടി. പെർമിസിബിൾ വാല്യൂസ് ഓഫ് ദീസ് N എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3 എക്സെട്ര ആണ്. L 0, 1, 2, 3 എക്സെട്ര n-1. M 0, +or-1 +or-2 എക്സെട്ര +or-L. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് എന്താണ് വേറൊരു ക്വാണ്ടം നമ്പറും ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് കൂടി. അത് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോൺസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സീമൻ എഫക്റ്റ്. സീമൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി ലെവൽസ് ഡീജനറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ സെയിം എനർജിയാണ് ആ ലെവൽസിനുള്ളത്. ആ ഡീജനറസിയെ റിമൂവ് ചെയ്യുന്ന ഒരു ഫെനോമിനൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സീമൻ എഫക്റ്റ് ആ ഡീജനറസിയെ റിമൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. പല സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിലും നമ്മൾ ഈ ഡീജനറസി റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഈ സീമൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. അതേ പ്രോസസ്സ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഡീജനറസി റിമൂവ് ആവുന്നതെങ്കിൽ സ്റ്റാർക്ക് എഫക്റ്റ് എന്നാണ് നമ്മളതിനെ പറയാറ്. ആൻഡ് ദേ ഹാവ് മെൻഷൻഡ് ഹിയർ സ്പിൻ ക്വാണ്ടം നമ്പർ +1/2 അല്ലെങ്കിൽ -1/2 എന്ന് പറയുന്ന രീതിയിലാണ് സ്പിൻ വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ചോദിച്ച് കാണാറുണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇലക്ട്രോണിൻ്റെ എനർജി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. എൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് അത്രയും ദൂരെ പൊക്കോണ്ടിരിക്കുക, എനർജി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്.